നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 എയിംസിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ മറുപടിയാണ് ഈ വീഡിയോയിൽ. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബുക്ക് ഏതാണ്, അതുപോലെ എക്സാം സെൻറ്റർ എവിടെയൊക്കെയാണ് ഉള്ളത്, അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ പറയാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങളുടെ മറുപടിയാണ് ഈ വീഡിയോയിൽ. എയിംസിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ എയിംസ് BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം ഗൈഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഓൺലൈനായിട്ട് ബുക്കുകൾ വാങ്ങാനായിട്ട് ലഭിക്കുന്നതാണ്. നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളാണ് എങ്കിൽ എയിംസിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഗൈഡുകൾ വാങ്ങേണ്ട ആവശ്യമില്ല. നീറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ തന്നെ എയിംസിന്റെ എൻട്രൻസ് എക്സാമിനും ചെയ്താൽ മതിയാകും. എന്നാൽ നീറ്റ് എക്സാമിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് കൂടി എയിംസിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലൂടെയും ആമസോണിലൂടെയും എയിംസ് BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം ഗൈഡ് വാങ്ങാൻ കിട്ടും. എയിംസിന്റെ ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി ആദ്യം ബേസിക് രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രം മതി. ആദ്യം SSLC സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് നോക്കിയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടത്. SSLC സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് പേരൻസിൻ്റെ പേരും നിങ്ങളുടെ പേരും അതുപോലെ മറ്റ് ഡീറ്റെയിൽസും കൊടുക്കേണ്ടത്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട. നിങ്ങൾ എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ ഒരു ഫീസ് മാത്രം നൽകിയാൽ മതി. ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസുകളെല്ലാം എയിംസ് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ആണ് എങ്കിൽ അക്സെപ്റ്റഡ് എന്ന് അവരുടെ ഹോം പേജിൽ എഴുതി കാണിച്ചിട്ടുണ്ടാകും. അങ്ങനെ അക്സെപ്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്ന കുട്ടികൾക്കാണ് രണ്ടാമത്തെ സ്റ്റെപ്പായ RUC കോഡ് ജനറേഷനും ആപ്ലിക്കേഷൻ ഫീസും നൽകാനായിട്ട് സാധിക്കുന്നത്. RUC കോഡ് ജനറേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസും നൽകി ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും മറ്റു ഡോക്യുമെന്റ്സുകളുടെ ഒന്നും ആവശ്യമില്ല. മെയ് 15-ാം തീയതി വരെയാണ് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സമയം. ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് എക്സാം സെന്റർ സെലക്ട് ചെയ്യേണ്ടത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാം സെന്ററുകൾ ഉണ്ട്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കാറ്റഗറി ഏതാണ് എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട. മെയ് 15-ാം തീയതിക്ക് ശേഷം EWS വിഭാഗത്തിലുള്ള കുട്ടികളും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിലുള്ള കുട്ടികളും അവരുടെ റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായ OBC NCL സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡേറ്റ് എയിംസിന്റെ വെബ്സൈറ്റിലൂടെ അറിയിക്കും. ആ സമയത്ത് ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഏത് ഡേറ്റിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നും എയിംസിന്റെ വെബ്സൈറ്റിലൂടെ അറിയിക്കും. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും സെൻട്രൽ പർപ്പസിനുള്ളതാണ് എടുക്കേണ്ടത്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് 2024 ജൂൺ മാസത്തിനും 2025 മെയ് മാസത്തിനും ഇടയിൽ എടുത്തത് ആയിരിക്കണം. EWS സർട്ടിഫിക്കറ്റ് 2025 ഏപ്രിൽ മാസത്തിനും 2025 മെയ് മാസത്തിനും ഇടയിൽ എടുത്തത് ആയിരിക്കണം. ഈ ഡേറ്റിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ റിസർവേഷൻ ലഭിക്കുന്നത്. ആ ഡേറ്റിനുള്ളിൽ എടുക്കാത്ത സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താൽ അവരെ ജനറൽ വിഭാഗത്തിലേക്കാണ് പരിഗണിക്കുന്നത്. അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും റെഗുലറായിട്ട് എയിംസിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം. പുതിയതായിട്ടുള്ള വിവരങ്ങൾ എല്ലാം വെബ്സൈറ്റിലൂടെ മാത്രമേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും റെഗുലറായിട്ട് സൈറ്റ് ചെക്ക് ചെയ്യണം. ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതും എയിംസിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഹോം പേജിൽ തന്നെയാണ്. ഹോം പേജിൽ നിന്നാണ് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് എയിംസ് അനൗൺസ് ചെയ്തിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും മോഡൽ ക്വസ്റ്റ്യനുകളും ഉള്ള ടെക്സ്റ്റുകളും ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ബുക്ക് സ്റ്റാളുകളിലും എയിംസിന്റെ BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം ഗൈഡ് വാങ്ങാൻ കിട്ടും. മുൻവർഷങ്ങളിൽ ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികൾ ഇപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ മെയ് 15-ാം തീയതിക്ക് മുൻപായിട്ട് RUC കോഡ് ജനറേഷനും ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസും നൽകി ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം മതി. 2025 പ്ലസ് ടുവിന്റെ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ എയിംസിന്റെ ആപ്ലിക്കേഷൻ നൽകാം. അവർ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അത് അക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മെയ് 15-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ RUC കോഡ് ജനറേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസും നൽകി സിറ്റി സെലക്ഷനും ചെയ്ത് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യണം. അവർ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് പ്ലസ് ടുവിന്റെ റിസൾട്ട് വരാത്തതിനാൽ പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ പ്ലസ് ടുവിന്റെ ഹോൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി.
എയിംസിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. എയിംസ് സ്വന്തമായിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.